ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയുന്നത്. കേൾക്കാത്തവർ വേണ്ടി മാത്രം കേട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി ദേവി ഗർഭിണിയാണെന്ന് അറിയുന്ന ആ സന്തോഷത്തിൽ പായസമൊക്കെ വെച്ച് നേരെ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുക കേട്ടോ. മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് അവർ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇന്ദിരാമയ്ക്ക് ദേവി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഒഴിഞ്ഞൊക്കെ ഇടണം, ആരുടെയും കണ്ണൊന്നും തട്ടരുത്, പിന്നെ പ്രസവം നടക്കുന്നത് വരെ കുഞ്ഞുടുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങി വെക്കരുത്, തൊട്ടിൽ വാങ്ങി വെച്ചാലും കുഴപ്പമില്ല. അതെന്താ അമ്മയെന്ന് ഗോമതി ചോദിക്കുമ്പോൾ അങ്ങനെയാ മോളെ, അങ്ങനെ അതൊന്നും പാടില്ല എന്നാ. അത് ശരി, അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ആനന്ദിന് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാനിതെല്ലാം നേരത്തെ വാങ്ങി വെച്ചിരുന്നു, എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ല വിഷമാവണം കേട്ടോ. ഗോമതി പറയാൻ സാരമില്ല അമ്മയൊന്നും പറഞ്ഞ് വിഷമിക്കണ്ട, ഞാൻ കുറച്ച് പഴയ മുന്നോട്ട് പോയി മനസ്സിലായ കാര്യങ്ങളങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊന്നും ഓർത്ത് അമ്മ സങ്കടപ്പെടണ്ട. എന്തായാലും ദേവിയുടെ കാര്യത്തിൽ ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പിരിയുമ്പോൾ പായസവും കൊണ്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലാണ്. പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കൊണ്ടുവച്ച് 2 ഗ്ലാസ് എടുത്ത് അതിലേക്ക് പായസം പകർന്ന് വെച്ചിട്ട് നന്ദിതയും രാജശ്രീയൊക്കെ സന്തോഷം കൊണ്ട് വിളിക്കുക, എല്ലാവരും ഇങ്ങനെ വന്നേ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന്. പായസം കണ്ട പാടെ തന്നെ രാജശ്രീ ആക്രാന്ത മൂലം എടുത്തങ്ങ് കുടിച്ചു. അതിനുശേഷമാണ് കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതെ നമ്മളെ കുടുംബത്തിലൊരു സന്തോഷ വാർത്തയുണ്ട്, അതിൻ്റെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, നമ്മുടെ ദേവിയെ ഗർഭിണിയാണ്, അതിനുള്ള പായസമാണെന്ന് പറയുമ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ദേവിയോ? ഏത് ദേവി? നമ്മുടെ അപ്പുറത്തെ ദേവിയില്ലേ, ആനന്ദിൻ്റെ ഭാര്യ. അത് ശരി, അപ്പോൾ കണ്ടെടുത്ത് വല്ലവരുമൊക്കെ ഗർഭിണിയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വല്ലയിടത്തു നിന്നും കൊണ്ടുവന്ന പായസം നമുക്ക് തരുവാണോ വേണ്ടത്? ഒരു ദേവി ഗർഭിണിയായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കയ്യിരിക്കണ പായസം രാജശ്രീ വലിച്ചൊരൊറ്റ ഏറ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നന്ദിതയ്ക്കും അമ്മയ്ക്കും ഒക്കെ ദേഷ്യം വരുവാണ്. വഴക്കം പറഞ്ഞുകൊണ്ട് രാജശ്രീ എന്ത് പരിപാടിയാണ് നീ കാണിച്ചത്? അപ്പോൾ രാജശ്രീ പറഞ്ഞിട്ട് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ നടക്കുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തിനാ ഈ പായസം? അതിൻ്റെ ആവശ്യം എന്തിനാ? എൻ്റെ വീട്ടിലാണ് ഇവിടെ നടക്കേണ്ടത്. അലോകിൻ്റെ ഒരു കുഞ്ഞിനെ കാണണം, അത് നടക്കുന്നില്ല. അലോകിൻ്റെ കല്യാണം നടക്കുന്നില്ല, എല്ലാം മുടങ്ങി. അത് സന്തോഷിക്കാനേ എനിക്കാവുള്ളൂ. അതൊന്നും നടക്കാതെ വല്ലവരുടെ സന്തോഷത്തിൽ എനിക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു ഇവിടെ എന്നും പറഞ്ഞ് അടുത്ത് വീണ്ടും ബാക്കിയിരുന്ന പായസം കൊണ്ട് തറയിൽ ഒഴിക്കാൻ പോവുക. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ദേ രാജശ്രീ, ഇനി അത് തൊട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ തല്ലും എന്നും പറയുമ്പോഴാണ് ഭർത്താക്കന്മാർ 2 പേരും കൂടെ വന്നിട്ടുണ്ട്, അനന്തനും അച്യുതനും കൂടെ. ഇവിടെ എന്താ പ്രശ്നം? അപ്പോൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്യുതനും അനന്തനും ഒന്നും അത്ര രസമല്ലല്ലോ, അപ്പുറത്തെ കാര്യമല്ലേ. ഇപ്പോൾ നന്ദിത പറഞ്ഞിട്ട്, രാജശ്രീ നീ ഈ ചെയ്തത് ശരിയായില്ല, നിൻ്റെ മോൻ്റെ വിവാഹം നടന്നില്ല, ഒക്കെ ശരി തന്നെയാണ് എന്നും പറഞ്ഞ് ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകൊച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ, അതൊരു പവിത്രമായ ഒരു കാര്യമല്ലേ, അതിന് നീ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? നീയും ഒരു അമ്മയായതല്ലേ, നിനക്കും ഇതിൻ്റെ വില എന്താണെന്ന് അറിയില്ലേ രാജശ്രീ എന്നൊക്കെ കുറേ പറയാനുണ്ട് കേട്ടോ. അപ്പം അവസാനം അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ പറയുന്നുണ്ട്, പണ്ടെങ്ങോ നടന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നും കുടിപ്പകയും വൈരാഗ്യം കൊണ്ട് നടക്കുന്നത് നീയും നിൻ്റെ ഭർത്താവും നിൻ്റെ മോനും ഒക്കെ. അതെന്നും നീ പെട്ടെന്ന് അവസാനിപ്പിച്ചോ, അതാ നല്ലത്. ഇത് നീ വലിയ ദൂരമൊന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ ഇങ്ങനെയൊക്കെ ആയി പരസ്പരം തല്ലി സഹോദര സ്നേഹം ഇല്ലാണ്ട് ജനിക്കാൻ പോകുന്ന പേരക്കുട്ടികളെങ്കിലും അവരെങ്കിലും നല്ല രീതിയിൽ സഹോദര സ്നേഹത്തോടുകൂടി വളർന്നു പോട്ടെ, അവർക്കെങ്കിലും കൃഷ്ണമംഗലവും ദേവമംഗലവും ഒന്നായി തന്നെ ജീവിച്ചവർ പൊക്കോട്ടെ. അത് അധിക ദൂരം ഇല്ല അവരൊന്നാവാനായിട്ട്. നിങ്ങളൊക്കെ എത്ര അങ്ങനെയൊക്കെ പിരിക്കാൻ നോക്കിയാലും അത് ചേർന്ന് തന്നെ വരും. പക്ഷെ അല്ലെങ്കിൽ ഞാൻ അതിനുള്ള നടപടിയെടുക്കും. ഞാൻ ഒരു കാര്യം അവസാനമായിട്ട് പറഞ്ഞേക്കാം, ഇനി ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്താലുണ്ടല്ലോ, പക കൊണ്ട് നടന്ന് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ വിവാഹം പോലും മുടക്കിയ സാധനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അമ്മ എല്ലാവർക്കും നല്ല വഴക്കൊടുക്കുന്നുണ്ട് കേട്ടോ. രാജശ്രീ അതോടുകൂടി കുറച്ച് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ദേവിയെ കാണണം എന്ന് വിചാരിക്കാണ്ട് അങ്ങനെ ഗോമതി വീഡിയോ കോളിൽ, അതായത് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടിയാണ് സഹായിച്ചു കൊടുക്കുന്നുണ്ടോ ഫോണിൽ. വീഡിയോ കോളിൽ നമ്മൾ ദേവിയെ വിളിക്കുകയാണ്. അപ്പോൾ ദേവി അവിടെ എന്തൊക്കെയോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് വരുന്നത്. കയ്യിൽ എന്തൊക്കെയോ കലമോ കുടമോ എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുമുണ്ട്. വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കോൾ എടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഗോമതിക്ക് നല്ല വിഷമമുണ്ട്. ഗോമതി വഴക്കം പറയാനുണ്ട്, മോളെ ഈ സമയത്ത് ഇങ്ങനെ വീച്ചൊക്കെ എടുക്കാൻ പാടുണ്ടോ, അതൊക്കെ താഴെ വെക്കുക, ഇതൊന്നും ചെയ്യരുത്. അവിടെ എന്താ നിൻ്റെ അമ്മ ശ്രീകല എന്താ ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ഗോമതി ചോദിക്കുക. അതെ, നിനക്ക് ഛർദിലൊക്കെ ഉണ്ടോ? അപ്പോൾ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞ, ഛർദിലൊന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രീകല വന്നപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിനക്ക് നല്ല ഛർദിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ക്ഷീണമോ തലകർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോളെ
അങ്ങനെയൊന്നുമില്ല. അയ്യോ, ശ്രീകല വന്നപ്പോൾ നിനക്ക് ഇതെല്ലാം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ. എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടമ്മേന്ന് പറയാം. കാലിൽ നീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോളേയും ചോദിക്കുക. ഇനി ഇല്ലയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് വിഷമാവുമല്ലോ എന്ന് വെച്ചാൽ ദേവി, ഉണ്ട്, കയ്യിലും കാലിലൊക്കെ നല്ല നീരുണ്ട്. അപ്പത്തിന് ഗോമതി പറയാം, അയ്യോ ഈ സമയത്ത് അതൊന്നും പാടില്ല മോളെ, അതൊക്കെ ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴുണ്ടാവേണ്ട കാര്യമാണ്. തുടക്കത്തിലെ കൈയും കാലിലൊക്കെ നീരോ, എന്നാൽ എത്ര വേഗം ആശുപത്രി കൊണ്ട് കാണിക്കണം. അയ്യോ പെട്ടുപോയല്ലോ ദേവി, നീ ഒരു കാര്യം ചെയ്തേ, ആ കൈയും കാലും എന്നെ ഒന്ന് കാണിച്ചേ, നീരൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. വീഡിയോ കോൾ. അപ്പോൾ മീനാക്ഷിയും ഇത്രയും കൂടെ പറഞ്ഞാൽ ചേച്ചിക്ക് സുഖമാണെന്നൊക്കെ അവരും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ കൂടെ. അപ്പോൾ കാലിലും കയ്യിലും നീര് എങ്ങനെ കാണിച്ചു കൊടുക്കാനാ, കള്ളം പറഞ്ഞതല്ലേ. പെട്ടെന്ന് എന്നെ ദേവി തടിതപ്പോഴാണ് ഇവിടെ ആരോ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അമ്മ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഫോണും വെച്ചു. ദേവി അങ്ങോട്ട് മുങ്ങുകയും ചെയ്തു. അപ്പം നമ്മുടെ ഗോമതിക്ക് നല്ല വിഷമമാവണുണ്ട്. ഗോമതി പറയാം, എന്നാലും ദേവിയുടെ കാര്യങ്ങൾ ഇത്രത്തോളം ശ്രദ്ധിക്കാൻ എന്തേ അവിടെ ആരുമില്ലേ? അവളെന്താ ഇങ്ങനെ ഭാരമൊക്കെ എടുത്ത് വെച്ചിട്ട് നിൽക്കുവാണല്ലോ, ദൈവമേ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, അവളെ എത്രയും വേഗം വിളിച്ചുകൊണ്ട് വന്നല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കയറും കേട്ടോ. അപ്പോൾ മീനാക്ഷിയും ഇത്രയും കൂടെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ചിരിക്കുകയാണ്. ഗോമതിയുടെ ഈ ആദ്യം വെപ്രാളവും ഒക്കെ കാണുമ്പോൾ അങ്ങനെ ദേവി ആകെ പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും അച്ഛനും അമ്മയും കൂടെ ഉദയഭാനും ശ്രീകലയും കൂടെ വന്ന് ദേവിയോട് പറയാം, മോളെ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഒരുവിധം കരയ്ക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്, നീ ഇനി അത് കുളമാക്കാൻ നോക്കരുത്, അവർ വന്ന് വിളിക്കുമ്പോൾ നീ പോകണം. പിന്നെ അമ്മേ അച്ഛാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്നെ അവിടെ കയറ്റാൻ വേണ്ടി ഇപ്പോൾ ഈ ഗർഭനാടകമൊക്കെ എടുത്തില്ലേ, ഇതൊന്നും ശരിയല്ല അമ്മേ. ഇത് അവരൊക്കെ വിശ്വസിച്ചെങ്കിലും പക്ഷേ എൻ്റെ ആനന്ദേട്ടൻ വിശ്വസിച്ചിട്ടില്ല. ആര് പറഞ്ഞടി വിശ്വസിച്ചില്ല എന്ന്? നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഞങ്ങളിതെല്ലാം വ്യക്തമായിട്ട് അവനോട് പറഞ്ഞത് തന്നെയാണ്. നിന്നെ ഫോൺ വിളിച്ചപ്പോഴും നീയും മാറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ശരിയാ, പക്ഷേ നിങ്ങളറിയുന്ന ആനന്ദേട്ടനല്ല, എനിക്ക് നന്നായിട്ടറിയാം. ആനന്ദേട്ടൻ ഒരിക്കലും ഇത് വിശ്വസിച്ചിട്ടില്ല, കള്ളമാണെന്ന് ആനന്ദേട്ടൻ നന്നായിട്ടറിയാം. ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ പോണം ഞാൻ തന്നെയാണെന്ന് പറയാം. അപ്പോൾ തന്നെ ശ്രീകല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവന് വേറെ സംശയങ്ങളൊന്നുമില്ല. ആദ്യം ചെറിയൊരു സംശയം പോലെ തോന്നിയെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവൻ്റെ അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന പോലെയല്ലേ അവൻ തീരുമാനിക്കുള്ളൂ. അവർ വിളിക്കാൻ വന്നാൽ അവൻ വേണ്ടെന്ന് പറയുമോ? അതുകൊണ്ട് നീ അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം കള്ളത്തിനങ്ങനെ അവളോട് പറഞ്ഞത് അതുപോലെ ഒരു കള്ളത്തരമാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശ്രീകലയോട് വീണ്ടും ദേവിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവർ തന്നെയാണ് കള്ളങ്ങളെല്ലാം മോളെ കൊണ്ട് പറയിപ്പിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. എന്നിട്ട് ഇപ്പോൾ എല്ലാം ദേവിയുടെ തലയെ കൊണ്ടിട്ട് കൊടുക്കുക. അതും കൂടെ ആകുമ്പോൾ ദേവി ആകെ തകർന്നു പോയി. അപ്പം നമ്മുടെ ധർമ്മനെയും സുകന്യയും കാണിക്കുന്നുണ്ട് കേട്ടോ. ധർമ്മനും സുകന്യയും കൂടെ ഹണിമൂണിന് പോയിരിക്കുകയാണല്ലോ. ഹോട്ടലിൽ റൂമും എടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ റൂം റെൻറ്റൊക്കെ ആവുന്നുണ്ട് ഒത്തിരി. അപ്പോൾ ഒരു ദിവസം തന്നെ 15,000 രൂപയാണ് ഒരു ദിവസത്തെ വാടക ചോദിക്കുന്നത്. അപ്പോൾ പക്ഷേ അതിൽ കേൾക്കുമ്പോൾ തന്നെ ധർമ്മൻ ആകെ തകർന്നു പോയി. രാവിലെ കാപ്പി കുടിച്ച് തന്നെ 5,400 രൂപ 2 പേര് കഴിച്ചതാണ്. അപ്പോൾ ശ്രീകലയോട് ഒന്നും പറയാനും പറ്റുന്നില്ല. സോറി, ശ്രീകല അല്ല, സുകന്യ എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ തന്നെ മതി, ഇത് നല്ല റേറ്റിംഗ് ഉള്ള ഹോട്ടലാണല്ലോ എന്ന് അപ്പോൾ തന്നെ ആ ഹോട്ടലിലെ ആൾ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഹണിമൂൺ പാക്കേജിന് വേണ്ടി നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസത്തെ വാടക 12,000 രൂപയാണ്, അത്രയും തന്നാൽ മതി എന്ന് പറയാം. എന്നാലും അതത്ര കൂടുതലാണെന്ന് ധർമ്മൻ പറയുമ്പോൾ സുകന്യ പറയേണ്ട, അത്ര കൂടുതലൊന്നുമല്ല, ഹണിമൂൺ പാക്കേജിൽ ഇത്രയും കുറവ് വരുന്ന നല്ല കാര്യം തന്നെയാണ്, ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന്. അങ്ങനെ റൂം എടുത്തവർ റൂമിലേക്ക് കയറുക കേട്ടോ. അവിടെ ചെന്ന് ഒരു ചായക്ക് തന്നെ നല്ല വിലയാവുന്നുണ്ട്. 150 രൂപ കൊടുത്ത് ചായ കുടിക്കണം. അതിന് വയ്യാത്തതുകൊണ്ട് ധർമ്മൻ പറയാം, ഞാൻ വെളിയിൽ പോയി കുടിച്ചോളാന്ന് പറയാം. അപ്പോൾ സുകന്യ പറയുന്നുണ്ട്, ഇവിടെ ഹണിമൂണിന് വന്നത് തട്ടുകടയിലെ ദോശ കഴിക്കാനും ചായക്കടയിലെ ചായ കുടിക്കാനൊന്നും അല്ല, ഇതുപോലെ എല്ലാം അടിച്ച് പൊളിച്ച് ജീവിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിനും പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വെളി തട്ടുകടയിൽ പോയി 15 രൂപയുടെ ചായ കുടിച്ചോ എന്ന് പറയാം. അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് പോയി ചായ എല്ലാം കുടിച്ചിട്ട് തിരിച്ച് വരുന്ന സമയത്ത് സുകന്യ ഫ്രഷായിട്ട് പുറത്ത് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ. പക്ഷേ സുകന്യയുടെ വേഷം കണ്ടിട്ട് ധർമ്മന് തീരെ പിടിക്കണില്ല. ചെറിയ ഒരു ഷോർട്സും ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കാലും തുടയും ഒക്കെ കാണിച്ചിട്ട് ഇത് ധർമ്മന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ധർമ്മൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് വേഷമാണ്, എന്താ കുഴപ്പം, എനിക്കിഷ്ടമുള്ള വേഷമല്ലേ ഞാൻ ധരിക്കേണ്ടത് എന്ന് സുകന്യ ചോദിക്കുകയാണ്. നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകണ്ടേ, ഇത് ഇട്ടുകൊണ്ട് പോകണോ, നിനക്ക് സാരി ആയിരുന്നു നല്ലത്, അത് ഉടുത്താൽ മതി. സാരി ഉടുക്കാൻ കുഴപ്പമില്ല, അത് വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ, നമ്മൾ ഹണിമൂണിന് വന്നതല്ലേ ധർമ്മേട്ടാ, അപ്പോൾ സാരി ചുറ്റിക്കൊണ്ട് നടക്കണോ, ഇതൊക്കെയല്ലേ അതിൻ്റെ ഒരു രീതി. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല ചെയ്തിട്ടുണ്ട്. ആഹാ, ഞാനല്ലേ ഇടുന്നത്, ധർമ്മേട്ടനല്ലല്ലോ, ധർമ്മേട്ടൻ ഇടുന്ന വേഷങ്ങളൊന്നും ധർമ്മേട്ടന് ചേരുന്നില്ല
ചേരുന്നില്ല, അത്ര നല്ലതല്ല, മാറ്റിയിടണം എന്നൊക്കെ ഞാൻ പറയാറുണ്ടോ? ഇല്ലല്ലോ. വേഷങ്ങളും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ്. അവരവർക്ക് കംഫർട്ടായിട്ട് എന്താണെന്ന് അത് അവരവർ ഇഷ്ടം, എന്താ കുഴപ്പം? അതിൽ അഭിപ്രായം പറയേണ്ട കാര്യം ആർക്കുമില്ല. പിന്നെ ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കുന്ന നല്ലൊരു ഭർത്താവായിരിക്കണം ധർമ്മേട്ടൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ധർമ്മേട്ടൻ അങ്ങനെ ഒരാളാണെന്നാണ് ഞാനും വിചാരിക്കുന്നതെന്ന്. അങ്ങനെ കേൾക്കുമ്പോൾ ധർമ്മൻ അങ്ങ് പിന്നെ മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിർബന്ധിച്ചിട്ട് എന്താ കാര്യം? സുകന്യ അത് മാറ്റാനും പോകുന്നില്ല. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ സുകന്യ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ധർമ്മനെ വീണ്ടും കയ്യിലെടുക്കുക. ധർമ്മം വിചാരിക്കുന്നുണ്ട്, ഏത് രീതി നോക്കിയാലും ഇവളെ വളച്ചെടുക്കാനോ ഞാൻ പറയുന്നതനുസരിച്ച് ഇവൾ മുന്നോട്ട് പോകാനോ താല്പര്യപ്പെടുന്നില്ലല്ലോ. എങ്ങനെയാണ് ഇവളെ ഒന്നും ഞാൻ പറയുന്നത് അനുസരിക്കുന്നത് എന്ന് ധർമ്മനും ചിന്തിക്കുകയാണ്. മനസ്സോടുകൂടി ആ ഡ്രസ്സോടുകൂടി തന്നെ പുറത്തേക്ക് ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ നമ്മുടെ ധർമ്മൻ സുകന്യനെ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.